നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് സർക്കാർ. പൾസർ സുനി ദിലീപ് ബന്ധത്തിന് നിരവധി തെളിവുകളുണ്ടെന്നും തെളിവ് പരിശോധിക്കുന്നതിലടക്കം വിചാരണ കോടതിക്ക് വീഴ്ചയുണ്ടായെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ അപ്പീൽ. വിചാരണ നീതിപൂർവമല്ല നടന്നത് എന്ന കാര്യം കൂടി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെളിവുകൾ പരിശോധിച്ചത് പക്ഷപാതപരമായിട്ടാണെന്നും അപ്പീലിൽ പറയുന്നു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. സർക്കാർ നേരത്തെ തന്നെ അപ്പീൽ പോകുമെന്ന കാര്യം വ്യക്തമായിരുന്നു. അതിനുള്ള നടപടികളും നിയമോപദേശവും ഒക്കെ തേടിയിരുന്നു. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നത്. അതിൽ വിചാരണ കോടതിയുടെ വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമുണ്ട്. നിരവധി തെളിവുകളുണ്ട്, പക്ഷേ ഇതിന്റെ വിചാരണ നീതിപൂർവ്വം നടന്നിട്ടില്ല എന്ന കാര്യമാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രോസിക്യൂഷൻ അപ്പീൽ പോയിരിക്കുകയാണ്. CN പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. പ്രകാശ്, നിർണായകമായ ഒരു നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. എന്തൊക്കെയാണ് സർക്കാർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ? അല്പം മുമ്പാണ് ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിചാരണ കോടതിയുടെ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുള്ളത്. ആ അപ്പീലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി പറയാം. വിചാരണ കോടതി വിധിക്കെതിരെയായിട്ടാണ് പ്രോസിക്യൂഷന്റെ അപ്പീലുള്ളത്. 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ വെറുതെ വിട്ട ആ വിധി റദ്ദാക്കണം. ഒപ്പം 1ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ള കുറ്റവാളികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം. ദിലീപ് ഉൾപ്പെടെ വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. വിചാരണ കോടതി വിധിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകിയിട്ടുള്ളത്. വിധി ക്രിമിനൽ നടപടികളുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമാണ് എന്ന് ഈ അപ്പീൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ സമൂഹത്തിന് ഉചിതമായ സന്ദേശമായിരിക്കണം നൽകേണ്ടത്. അക്കാര്യത്തിൽ ഈ വിധി പര്യാപ്തമല്ല എന്ന നിരീക്ഷണവും ഈ അപ്പീൽ നടത്തുന്നുണ്ട്. ദിലീപ് ഉൾപ്പെടെ പ്രതികളെ വെറുതെ വിട്ടത് നിയമവിരുദ്ധമായിട്ടാണ് എന്നും പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. പ്രതികളെ വെറുതെ വിട്ടത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. പ്രതികൾക്ക് അന്യായമായ ആനുകൂല്യം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നും പ്രോസിക്യൂഷന്റെ പ്രത്യേകിച്ച് പോലീസിന്റെ സർക്കാരിന്റെ ഈ അപ്പീൽ പറയുന്നു. ഇന്നാണ് ഈ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പീൽ ഒരുപക്ഷെ നാളെ ഹൈക്കോടതി അടുത്ത ദിവസം അടുത്ത വർക്കിംഗ് ഡേയ്സിൽ, അതായത് തിങ്കളാഴ്ച മിക്കവാറും കോടതി പരിഗണിച്ചേക്കും. ആക്രമിക്കപ്പെട്ട കേസിലാണ് ഇപ്പോൾ സർക്കാർ അപ്പീൽ പോകുന്നത്. അത് വളരെ നിർണായകമായ ഒരു നീക്കമാണ്. നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നീക്കവുമാണ്. തെളിവ് നിരവധിയുണ്ട് എന്ന കാര്യം ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സുനി ദിലീപ് ബന്ധത്തിനുള്ള തെളിവുകളാണ്, അതായത് 1ാം പ്രതിയും 8ാം പ്രതിയും തമ്മിലുള്ള ബന്ധത്തിനുള്ള തെളിവുകൾ ഉണ്ട് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. തെളിവ് പരിശോധിക്കുന്നതിലടക്കം വിചാരണ കോടതിക്ക് വീഴ്ചയുണ്ടായി എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CN പ്രകാശ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രകാശ്, ഇതിൽ വിചാരണ കോടതിയുടെ വീഴ്ചകൾ അത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു അപ്പീൽ എന്ന് തന്നെ പറയാം. നിരവധി തെളിവുകളുണ്ട്, പക്ഷേ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ആ വിചാരണ കോടതിക്ക് അക്കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ എന്തൊക്കെ വീഴ്ചകൾ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതെങ്ങനെയാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? രേണുക സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസിൽ 6 പ്രതികളാണ് കുറ്റക്കാരെന്ന് വിചാരണ കോടതി കണ്ടെത്തുകയും പ്രമുഖ സിനിമാ നടൻ ദിലീപ് ഉൾപ്പെടെ 4 പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിടുകയും ചെയ്ത ഉത്തരവാണ് വിചാരണ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത്. ഈ കോടതി വിധി വലിയ തോതിൽ സമൂഹം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിധിയാണ്. ക്രിമിനൽ ഗൂഢാലോചനയും അതിൽ തെളിവുകൾ നശിപ്പിച്ചതിലും ആണ് ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളുടെ പങ്കാളിത്തം സംശയാതീതമായി തെളിയിക്കപ്പെടാൻ പ്രോസിക്യൂഷൻ ആയില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ 4 പേരെയും വെറുതെ വിട്ടത്. എന്നാൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടങ്കൽ വെക്കൽ, സ്ത്രീകളുടെ മാന്യത അപമാനിക്കൽ, ബലാത്സംഗം ലക്ഷ്യമിട്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ആണ് ഈ 6 പ്രതികളെയും കുറ്റക്കാരായി കണ്ടുകൊണ്ട് വ്യക്തിയുടെ സ്വകാര്യ ലംഘനം അടക്കമുള്ള IT ആക്ട് അടക്കം ഇതിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ആ കുറ്റങ്ങളെല്ലാം ചുമത്തിയിരുന്നു. അത് പ്രകാരമാണ് ഈ 6 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ട് വിചാരണ കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അന്ന് വിധി കൽപ്പിച്ചത്. ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ കിട്ടാവുന്ന കുറ്റം ഉണ്ടായിരുന്നു. 20 വർഷം വരെ ജീവപര്യന്തമോ കഠിന തടവോ ലഭിക്കാവുന്ന കുറ്റമുണ്ട്. അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത എല്ലാ പ്രതികൾക്കും കനത്ത ശിക്ഷ ലഭിക്കുമെന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ദിലീപ് അടക്കമുള്ള 4 പേരെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനെതിരെ ആയിട്ടാണ് ഇപ്പോൾ ഒരേ സമയം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികൾക്കെതിരെ വിധിച്ച
ശിക്ഷാവിധി പര്യാപ്തമല്ലെന്നും അത് പോരെന്നും ഒപ്പം തന്നെ വെറുതെ വിട്ട ദിലീപ് അടക്കം 4 പേരെ വെറുതെ വിട്ടത് നിയമവിരുദ്ധമാണ് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഈ അപ്പീൽ നൽകിയിട്ടുള്ളത്. ഏതായാലും അപ്പീൽ അടുത്ത ദിവസം തന്നെ കോടതി പരിഗണിക്കും. നേരത്തെ 7 വർഷം നീണ്ടുനിന്ന വിചാരണ വേളയിലാണ് പ്രതികളും പ്രോസിക്യൂഷനും പല കൂടി സുപ്രീം കോടതി വരെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല കേസിന്റെ വിചാരണ കോടതിയുടെ നടപടികളുമായി ബന്ധപ്പെട്ട് ഈ വിചാരണ കോടതി അന്തിമ വിധി തന്നെ വന്നത് 7 വർഷത്തിന് ശേഷമാണ്. ഏതായാലും ദിലീപിന് വലിയ ആശ്വാസം ഉണ്ടാകുന്ന വിധി ഉണ്ടാവുകയും എന്നാൽ ഈ വിധി പര്യാപ്തമല്ല എന്നും ഒപ്പം ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ടത് നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയിട്ടുള്ളത്. വളരെ സൂക്ഷ്മമായ നിയമ ഉപദേശങ്ങളും ഒപ്പം തന്നെ സൂക്ഷ്മമായ പഠനങ്ങളും നടത്തിയ ശേഷമാണ് സർക്കാർ ഇത്തരത്തിൽ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ളൊരു നീക്കം, സൂക്ഷ്മമായ പരിശോധനകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു തുടർ നിയമ പോരാട്ടത്തിനുള്ളൊരു തുടക്കമാണ് കുറിക്കപ്പെടുന്നത്. വിചാരണ കോടതിയുടെ വീഴ്ചകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അപ്പീൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വിചാരണ നീതിപൂർവം നടന്നില്ല എന്ന കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിജീവിത തന്നെ ഈ വിചാരണയിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ്. മേൽക്കോടതികളിൽ നീതിപൂർവമായി ഈ വിഷയം പരിഗണിക്കപ്പെടുമെന്ന ഒരു പ്രതീക്ഷ അവർ പങ്കുവച്ചതാണ്. എന്തായാലും അതിലേക്കുള്ള ഒരു വഴി തുറക്കുകയാണ്. അതാണ് ഈ അപ്പീലിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. മേൽക്കോടതിയെ സമീപിച്ചിരിക്കുന്നു പ്രോസിക്യൂഷൻ. അത് വിചാരണ കോടതിയുടെ വീഴ്ചകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇതിൽ തെളിവുണ്ട്, അത് 1-ാം പ്രതിയും 8-ാം പ്രതിയും തമ്മിൽ ഉള്ള ബന്ധത്തിനുള്ള തെളിവുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. ഇന്ന് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.